വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 ദിവസമാണുള്ളത്. പ്രമുഖ നേതാക്കളെയും താരപ്രചാരകരെയും അണിനിരത്തി ആവേശം വാനോളം ഉയർത്തുകയാണ് മുന്നണികൾ. കാണാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം വെൽഫെയർ പാർട്ടി അകറ്റി നിർത്തേണ്ടവരല്ലെന്ന് കുന്ദമംഗലത്തെ UDF സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്റർ. ഇടതുപക്ഷത്തിന്റെ SDPI സഖ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. കുന്ദമംഗലം മണ്ഡലം വികസന മുരടിപ്പിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് PT റഹീം തെളിയിച്ചാൽ 1 പവൻ സ്വർണം നൽകാമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കുന്ദമംഗലമാണ്. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച PT റഹീം സിറ്റിംഗ് MLA കൂടിയായ അദ്ദേഹത്തെ നേരിടുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ MA റസാഖ് മാസ്റ്ററാണ്. കഴിഞ്ഞ വട്ടം മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകിയെങ്കിലും അവർ കോൺഗ്രസ് നേതാവിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഇറക്കിയത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി. ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും CMPക്ക് വിട്ടു നൽകണം എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അവർ അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാതെ ലീഗിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ ഇത്തവണ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം റസാഖ് മാസ്റ്ററുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇത്തവണ ലീഗ് നിർബന്ധമായും മത്സരിക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടിയും കുന്ദമംഗലവും മത്സരിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ശേഷമുള്ള ചിത്രം? അങ്ങനെ നിർബന്ധം പറഞ്ഞ സീറ്റൊന്നും അല്ലല്ലോ. അനീഷ് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇല്ല, ഇല്ലാത്ത ഒന്ന് പുതിയ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണ്ടല്ലോ. ആളുകൾ ആവശ്യം ഞാനിപ്പോ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികം നമ്മൾ തൃപ്തിയുള്ള വിഷയം. ഇല്ലാത്തത് പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ ഒരു ടിസ്റ്റ് ഉണ്ടാവും. അതിന് ആ ടിസ്റ്റ് വേണ്ട. അപ്പൊ നിങ്ങൾ വേറൊരു ആവശ്യം ആരും ഉന്നയിച്ചില്ല. അങ്ങനെ സംഭവമല്ല. ഒറ്റക്കെട്ടായിട്ടാണ് മുന്നണി പോകുന്നത്. ഒറ്റക്കെട്ടായി പോകുന്നതിന്റെ ഭാഗമായിട്ട് വളരെ അടുക്കും ചിട്ടയിലുള്ള പ്രവർത്തനങ്ങൾ ഈ നിയോജകത്തിലുടനീളം നടക്കുന്നുണ്ട്. പ്രഖ്യാപിച്ചത് മുതൽ വിശ്രമമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ചു വയ്ക്കാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാമ്പുഴ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ 4 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ്. പിന്നെ ഉളവണ്ണ, പെരുമണ്ണ, പെരുവയൽ, കുന്നമംഗലം. ഇപ്പം നമ്മൾ കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് മാമ്പുഴയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടല്ലോ. എന്താണ് സ്ഥിതി? മലിനമായി കിടക്കുന്ന ഈ പുഴ. ഈ പുഴയുടെ ഒരു എന്താ പറയുക ഒരു പദ്ധതി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 2015 ജില്ലാ പഞ്ചായത്ത് മെമ്പർ 50 ലക്ഷം രൂപ അവരുടെ താല്പര്യത്തിന്റെ ഭാഗമായി അന്ന് നീക്കിവെച്ചു. അതിനുശേഷം പഞ്ചായത്തും അക്കാര്യത്തിൽ എന്ത് ചെയ്തു? ഫണ്ട് വെച്ചു. 1.25 കോടി രൂപ അതിന് വകയിരുത്തി ഫണ്ട് മുന്നേ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്തുള്ള ഇടപെടില്ലാത്തതുകൊണ്ട് എന്തായി? കുളിക്കടവായി മാറി അതൊക്കെ. ഇപ്പോൾ കുളിക്കടവും ഇല്ല, മാമ്പുഴ മാലിന്യം മുക്തമായിട്ടുള്ള മാമ്പുഴയില്ല. അപ്പോൾ ഇതിനൊരു പ്രോജക്റ്റ് നന്നായി ചെയ്താൽ ഇപ്പം നമ്മൾ വിവരാവകാശ പ്രകാരം ഇതിനെപ്പറ്റി ചോദിച്ചു. അതിലൊന്നുമില്ല. നമ്മൾ ചോദിച്ചപ്പോൾ ഇതിനെപ്പറ്റി ആ ഒരു പ്രോജക്റ്റും ഇവിടെ അസംബ്ലിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ വെച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിപ്പം ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലൂടെയാണ് ഈ കുന്ദമംഗലം കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വന്തമാക്കുന്നത്. അപ്പുറത്തുള്ള കൊടുവള്ളിയിലും ഈ പരീക്ഷണമൊക്കെ ഒരു പരിധിവരെ വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങളൊന്നും വിജയിക്കില്ല എന്നാണ് ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. 2 തവണയായിട്ട് നിൽക്കുന്ന MLA ആണ് അദ്ദേഹം. ആ ഒരു സ്വതന്ത്ര രീതിയിലാണ് ആളുകൾക്കിടയിൽ ഇറക്കുന്നത്. യോഗ്യത കുറക്കണം. 3 തവണയായി അദ്ദേഹം നിൽക്കുന്നത്. 3 തവണ നിന്ന് ഞാൻ 15 കൊല്ലം പ്രതികരിച്ച ഒരാളാണല്ലോ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം പാലിച്ചോ എന്നുള്ളതാണ് ചർച്ച. അത് വളരെ സജീവമായി നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ മാമ്പുഴ ലൈഫ് ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പോലും വീട് കിട്ടാത്ത അവസ്ഥ, കുന്നമംഗലത്ത് താലൂക്കാകണമെന്നുള്ള അത് ആക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം, ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുകൊണ്ടുന്ന കുന്നമംഗലത്തിന് എന്താണ് ബദൽ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നമ്മുടെ ഈ നിയോജകത്തിൽ വളരെ സജീവമായി നടക്കുകയാണ്. ഇതന്നെയാണ് ചർച്ച. വികസന മുരടിപ്പാണ് നമ്മുടെ ഈ നാട് ചർച്ച ചെയ്യുന്നത്. 3 തവണകളായി മണ്ഡലത്തെ പ്രതികരിച്ച ആളിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. അതുമാത്രമല്ല പൊതുജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ പറഞ്ഞു 38 വാഗ്ദാനങ്ങളുണ്ടായിരുന്നു 3 തവണയായിട്ട്. ഇതിലേതെങ്കിലും നടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ 1 പവൻ സ്വർണം തരുന്നു. വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാമെന്ന് പോലും പറഞ്ഞു. അതിനും കുഴപ്പമില്ല, കൂട്ടിക്കൊടുക്കാനും ഒരു തയ്യാറാണ്. പക്ഷെ ഒന്നുപോലും മറുപടി പറഞ്ഞില്ല. എന്നാലും ഇങ്ങെടുക്കിയ പവൻ സ്വർണം എന്താ അന്ന പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് പറയല്ലേ.
ഓഫർ കിടക്കുക 1 പവൻ സ്വർണം. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തെങ്ങിലക്കടവല്ല ആശുപത്രിയിലെ തെങ്ങിലക്കട ക്യാൻസർ സെന്ററിന്റെ നമ്മുടെ 6 ഏക്കറിലധികം വരുന്ന ഭൂമിയും കെട്ടിടവും അടക്കം ഡോക്ടർ അഫ്സത്ത് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കുടുംബം എന്ത് ചെയ്തു, ഗവൺമെന്റിന് കൈമാറി. ഗവൺമെന്റ് കൈമാറിയ അവിടെ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, അത് മൂവ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ UDF അതായത് മാറ്റമുണ്ടായി, UDF അധികാരത്തിൽ വന്നു. ജില്ലാ പഞ്ചായത്തിന്റെ പ്രഥമ പ്രോജക്റ്റായിട്ട് പതിവച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വൈ നോട്ട് അവർക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല? ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്തിനെ തടയാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് അവരാ പറയേണ്ടത്. ഇപ്പോൾ ചെറുപ്പ ആശുപത്രി 7 ഏക്കറിലധികം സ്ഥലമുണ്ട്. സബ്സിഡറി യൂണിറ്റാണ് മെഡിക്കൽ കോളേജിൽ. ഡോക്ടർമാരുണ്ടോ? ഞാൻ ഇന്നാൾ കാണാൻ പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഡോക്ടറോട് ചോദിച്ചു, എന്താണ് ഏതാ സ്പെഷ്യലൈസ് ചെയ്തത്, എവിടെ കൂടുന്നത്? അല്ല, സ്പെഷ്യലൈസ് ചെയ്താലും സാർ ഞാൻ ഇന്റേൺഷിപ്പിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ MBBS കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വേണ്ടി വരുന്ന ഡോക്ടർമാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ നിന്നാൽ മതിയോ? ആരോഗ്യരംഗം അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നൊക്കെയാണ് ഇതുപോലെ സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലമുണ്ടോ? NIT ഉണ്ട്, IIM ഉണ്ട്, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, CWRDM ഉണ്ട്, ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഈ നിയോജകമണ്ഡലത്തെ എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന നല്ല നിയോജകങ്ങളാണ്, ഒരുപാട് സാധ്യതയുള്ള നിയോജകങ്ങളാണ്. പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും ആവില്ല എന്നാണ്. അതായത് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് ലഭിക്കുമോ, STPയുടെ പിന്തുണ LDFന് ലഭിക്കുമോ എന്നതൊക്കെയാണ്. ഇത്തരം ആളുകളുടെ വോട്ടുകൾ അഭ്യർത്ഥിക്കുമോ ഈ ആള് വോട്ടുകൾ? അല്ല, മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓരോന്നിലും. അപ്പം അദ്ദേഹം തന്നെ പറയുന്നത് കൊണ്ട് പിന്നെ നമ്മളതിൽ മറുപടി ഒന്നും പറയേണ്ടിയില്ല. വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ ഉണ്ട് എന്ന് നേരത്തെ സമ്മതിച്ചാണ്. ഈ കുന്നമംഗലത്തൊക്കെ അവർ ലഭിക്കുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 30-32 കൊല്ലക്കാലം വെൽഫെയർ പാർട്ടിനെ പിന്തുണ മേടിച്ച രാജ്യമാണല്ലോ കേരളത്തിൽ അടുത്ത പക്ഷേ ജനാധിപത്യമാണ്. എന്റെ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ. വെൽഫെയർ പാർട്ടി അങ്ങനെ അന്യമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ അന്യമായിട്ട്. STPയുടെ കാര്യമോ? മുഖ്യമന്ത്രി പറഞ്ഞല്ലോ STP എന്താണെന്നുള്ളത്. മറുപടി പറയാതെ മുമ്പ് മാറിയെന്ന് മനസ്സിലാക്കാല്ലേ STPയുടെ കാര്യം എന്താണെന്ന്. വോട്ട് കിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതെ മാറിയിൽ നിന്ന് എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? നിങ്ങളെ വായിച്ചെടുത്താൽ മതി. അല്ലാതെ അവർ ചില മണ്ഡലങ്ങളിലാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞില്ല? ആ മറുപടി പറയാതെ അർത്ഥഗർഭമായ മൗനത്തിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? എന്തായാലും വലിയ വിജയം നേടും. ഒപ്പം വികസന കാര്യങ്ങളിൽ ഊന്നിയാണ് വോട്ട് തേടുന്നത്. മുൻ MLA ചെയ്ത വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ടം നിരത്തി ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ 1 പവൻ സ്വർണം നൽകുമെന്ന ഒരു ഓഫർ കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ ആദർശം വെറുതെ പറയാമെന്നേയുള്ളൂവെന്ന് കുന്നമംഗലം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്രൻ PT റഹീം. ജയിക്കാൻ SDPAയുടേതടക്കം പിന്തുണ വേണം. വികസനത്തിനായാണ് വോട്ട് തേടുന്നത്. മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നവർക്ക് 5 പവൻ സ്വർണം നൽകാൻ തയ്യാറാണ്. കൊടുവള്ളിയുടെ ചരിത്രത്തിലാദ്യമായി പരാജയപ്പെട്ട മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്നും PT റഹീം ന്യൂസ് 18നോട് പറഞ്ഞു. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഇത്തവണയും ജനവിധി തേടുകയാണ് PT റഹീം. തുടർച്ചയായി ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്, MLA ആണ്. ഇത്തവണയും ജനവിധി തേടുമ്പോൾ എന്താണ് പ്രതീക്ഷ? ജനങ്ങളിൽ നിന്ന് ഏത് സ്വീകരണമാണ് ഉണ്ടാവുന്നത്? ഞാൻ ആദ്യം ഇവിടെ മത്സരിച്ചപ്പം 4000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. അത് പിന്നെ 8ആയി, പിന്നെ 12ആയി. എൻ്റെ ഒരു പ്രവർത്തന ശൈലി വെച്ചിട്ട് നോക്കുമ്പം ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കാനാണ് സാധ്യത. കാരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥി കൊടുവള്ളിയിൽ നിന്ന് ഇന്ന് വരെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാരും തോറ്റിട്ടില്ല. അവിടെ ചരിത്രത്തിൽ ആദ്യമായി കൊടുവള്ളി തോറ്റ ഒരാളാണ് അവിടുന്ന് വന്ന് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും വോട്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ്. ലീഗ് ഇത്തവണ നേരിട്ട് കോണിച്ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതിന്റെ ഒരു ആനുകൂല്യം ലീഗിനുണ്ടാകുമോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. കാരണം ചരിത്രത്തിൽ പെരിന്തൽമണ്ണിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കൊയിലാണ്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊടുവള്ളി വന്ന് ജയിച്ചു പോയിട്ടുണ്ട്. ഇന്ന് വരെ ലീഗ് അവിടെ തോറ്റിട്ടില്ല. ആകെ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി തോറ്റത് അദ്ദേഹമാണ്. പക്ഷേ ലീഗ് നേതൃത്വം ഇത്തവണ തന്നെ പറയുന്നത് കാലങ്ങളായി CPMന്റെ ഒരു തന്ത്രമാണ് സ്വതന്ത്രമായിട്ട് മണ്ഡലം പിടിക്കുക. അങ്ങനെ കുറച്ച് നാളുകളായി വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ തന്ത്രം വിജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് ലീഗ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് ഓരോരോ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം പഴയ പോലെ രാഷ്ട്രീയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല ഇത്. അതുകൊണ്ടാണല്ലോ പല പ്രാവശ്യം ഞാൻ ജയിച്ചത്. ഇപ്പോൾ കൊടുവള്ളിയിൽ നിന്ന്
ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പെടുന്നത് ജയിച്ചാലും ഞാൻ മുരളീധരനായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷെ അത് ജയിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ആക്സെപ്റ്റൻസ്. നമ്മളോട് പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന പൂർണ്ണബോധ്യമുള്ള ആളുകൾ ലീഗിൽ തന്നെ ഉണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പുറത്താക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ലീഗുകാർക്ക് തന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുവള്ളി ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ നിൽക്കാൻ സാധിക്കാത്തത്. ഈ കാരാട്ട് റസാക്ക് നാടകീയമായിട്ടാണ് മടങ്ങിപ്പോയത്. താങ്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. താങ്കളാണ് ഈ കൊടുവള്ളിയുടെ വികസനമൊക്കെ തടയുന്നത്, താങ്കൾ നിർദ്ദേശപ്രകാരമാണ് റിയാസ് അവിടെ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കാതെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശുദ്ധമായ അസംബന്ധമാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കിഫ്ബി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചതും നടപ്പാക്കിയതും ഒക്കെ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം ഒന്നായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന സിറാജ് ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട MK മുനീർ തന്നെയാണ് ഇതാവശ്യമില്ല എന്ന് എഴുതി കൊടുത്ത് അവിടുത്തെ മുനിസിപ്പാലിറ്റി അതുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. അതാണ് അതിനൊരു തടസ്സമുണ്ടായത്. ഞാനത് നിയമസഭയിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്യുകയും അതിന് ഐഡിയ ഉണ്ടാക്കുകയും ചെയ്തത് ഞാനാണ്. ഈ താങ്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി അട്ടിമറിച്ചു എന്നാണ് അതോ അദ്ദേഹം? ആർക്കും അവിടെ സ്ഥലമൊന്നുമില്ല. പോകുന്ന സ്ഥലത്ത് ഒരു പള്ളിയും ബാഫി തങ്ങളുടെ സ്മാരക സൗധവും ഒരു മദ്രസ കെട്ടിടവുമാണുള്ളത്. അത് പഴയതാണ്, 52-ലുള്ളതാണ്. അത് ഞങ്ങൾ ഇത് പോകും എന്നുള്ള നിലക്ക് മദ്രസ കെട്ടിടം ഞങ്ങൾ വേറെ ഉണ്ടാക്കി ഇതിനൊരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം പറ്റിപ്പോൾ. കാരണം ആ മദ്രസ രണ്ടാമത് പുനരുദ്ധരിക്കേണ്ടി വന്നു. അതിനിപ്പോൾ 10-30 ലക്ഷം രൂപ ചിലവായി. ഇതെടുത്തുമില്ല. ഇതിപ്പോൾ വെൽഫെയർ പാർട്ടി SDP-യുടെ ഒക്കെ സഹായം പിന്തുണയൊക്കെ വലിയ ചർച്ചയായി മാറുകയാണ്. ഈ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്തരം സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നത്? ഇത്തരം കക്ഷികളുടെ വോട്ട് നേടാൻ വേണ്ടിയാണെന്നാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെയൊക്കെ വോട്ട് ഏത് ദിശയിലേക്കാണ് ഇവിടെ പോവുക? അവിടെ നിന്നൊക്കെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ തീരുമാനമൊക്കെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആരായാലും വ്യക്തിപരമായും ഇവിടുത്തെ വികസനവും മുൻനിർത്തി എനിക്ക് വോട്ട് ചെയ്യും. കാരണം ഞാനൊരു രാഷ്ട്രീയ വിവേചനവും കാണിക്കാതെയാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ BJP ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന വെൽഫെയർ പാർട്ടി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷഭേദവും ഞാൻ കാണിച്ചിട്ടില്ല. SDP-കാരൊക്കെ അടക്കം പിന്തുണയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. എല്ലാ ആളുകളും വോട്ടർമാർ ആരെ വോട്ട് ചെയ്യുന്നതിന് പിന്തുണ, ആദർശം വേറെ, വോട്ട് വേറെ. അപ്പോൾ അവർ വോട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടാണെങ്കിൽ വികസനത്തിനാണ് അവരുടെ വോട്ട്. അത് അവർ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ UDF സ്ഥാനാർത്ഥി പറയുന്നത് താങ്കൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പാലിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ പാലിച്ചു എന്ന് തെളിയിച്ചാൽ 1 പവന്റെ സ്വർണം സമ്മാനമായി തരാമെന്നാണ്. അത് ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യവും നമുക്ക് മിസ്സായിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതിങ്ങനെ വെറുതെ പറയാന്നല്ലാതെ ഓരോന്ന് വായിച്ചു നോക്കിയാൽ അറിയാം എന്താണ് നടന്നത് നടക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് കൃത്യമായിട്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്തിട്ട് വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ സ്വർണ്ണമായിട്ട് ഇങ്ങോട്ട് വരേണ്ട വരും. ഞാനത് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, 5 പവൻ തരാൻ. ഇല്ലെന്ന് തെളിയിച്ചാല് ഈ പ്രകടന പത്രികയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം കൊടുവള്ളിയിൽ തന്നെ വികസനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായത് അവിടെ മുസ്ലിം ലീഗ് അല്ലാത്തൊരാൾ ജയിച്ചതിന് ശേഷമാണ്. അവിടെ മിനി സിവിൽ സ്റ്റേഷൻ വന്നത്, ഇവിടെ കുന്നവാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് മനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസിനേക്കാൾ കൂടുതൽ അന്തസ്സുള്ള പോലീസ് സ്റ്റേഷൻ ഇവിടെ വന്നു. ഗവൺമെന്റ് കോളേജ്, അത്യന്താധുനിക രീതിയിലുള്ള കോളേജ് വന്നു. കൊടുവള്ളിയാണെങ്കിലും കുന്നമംഗലത്താണെങ്കിലും വികസനം യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായപ്പോഴാണ്. അതായത് ഈ വികസനം നടന്നില്ലെന്ന് തെളിയിച്ചാൽ താങ്കൾ 5 പവൻ കൊടുക്കാനാണ്. എത്ര പവൻ വേണമെങ്കിലും കൊടുക്കാം, 5 പവനാക്കേണ്ട കാര്യമില്ല, ഒരു സംശയമില്ല. കാരണം ഞങ്ങളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളും ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും വികസന രംഗത്തെ വെല്ലുവിളികൾ നേരിടാൻ താൻ തയ്യാറാണ്. തെളിയിച്ചാൽ വികസനം ഇല്ലെന്ന് തെളിയിച്ചാൽ അവർ പറയുന്ന പവൻ നൽകാമെന്ന് പറയുന്നു. ഒപ്പം എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ വോട്ടുകളും ലഭിക്കുന്ന കൃത്യമായ പ്രതീക്ഷയിൽ തന്നെയാണ് PT റഹീം ഉള്ളത്. മതരാഷ്ട്രവാദികളുടെ അവിയൽ മുന്നണിയാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്ന് കുന്നമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവൻ. SDPI വെൽഫെയർ പാർട്ടികളുടെ വോട്ട് നേടാനാണ് സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കുന്നത്. മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനും മതതീവ്രവാദത്തിനുമെതിരെ ജനം വിധിയെഴുതുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. കുന്നമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവനാണ് നമ്മോടൊപ്പമുള്ളത്. BJPക്ക് കാര്യമായ വേരോട്ടമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്.
ഇത്തവണ എന്താണ് കുന്നമംഗലത്തെ പ്രതീക്ഷ? ഇത്തവണ വിജയത്തിൽ കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം രണ്ട് മുന്നണികളോടും അവർ കാണിക്കുന്ന ഗിമ്മിക്ക് രാഷ്ട്രീയത്തോടുമുള്ള അസംതൃപ്തി വളരെ പ്രകടമായിട്ട് തന്നെ ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 15 വർഷമായിട്ട് പ്രതിനിധീകരിക്കുന്ന MLAയുടെ പാർട്ടി പോലും ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ 40 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ കോണി തിരിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ DCCയുടെ ജനറൽ സെക്രട്ടറി ലീഗിന്റെ സ്വതന്ത്രനായിട്ട് ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചത്. ആകെ ഒരു അവിയൽ പരുവത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമില്ലാത്ത രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു മണ്ഡലമാണിത്. ജനങ്ങൾക്ക് അതിനോട് വലിയ മടുപ്പാണുള്ളത്. വികസനത്തിന്റെ കാര്യത്തിൽ 2.5 പതിറ്റാണ്ട് കാലമായിട്ട് പറയുന്ന ഗ്രാസിം ഫാക്ടറിയുടെ വിഷയം, ചെറുപ്പ ആശുപത്രിയുടെ വിഷയം, തെങ്ങിലക്കടവ് ക്യാൻസർ സെന്ററിന്റെ വിഷയം, ഇതിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കഴിഞ്ഞ ജനുവരി മാസം 22-ാം തീയതി ഇവിടുത്തെ MLA നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയാണ്. അത് സർക്കാർ ഏറ്റെടുത്ത് ക്യാൻസർ സെന്റർ ആരംഭിക്കാനുള്ള ഒരു ഓർഡർ ഇറക്കണം. ഉടനെ ആരോഗ്യമന്ത്രി കയറി, ഞാൻ അത് നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ആ ഓർഡർ ഇപ്പം 2-3 ദിവസത്തിനുള്ളിൽ ഇറങ്ങുമെന്ന് പറയുന്നു. ഈ നാടകം ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? 2001 ആരംഭിച്ച ഒരു സ്ഥാപനം നഗരമായ രീതിയിൽ പൂട്ടിക്കെടുക്കുകയാണ്. ഇപ്പോൾ അവിടെ പോയാലറിയാം, ആ 2 നില ബിൽഡിങ്ങും സ്ഥലവും കാട് കയറി കിടക്കുകയാണ് ആ സ്ഥലത്ത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നമുണ്ട്. ചെറുപ്പ ആശുപത്രിയുടെ വിഷയമുണ്ട്, നിരവധി ടൂറിസം കേന്ദ്രങ്ങളുടെ വിഷയമുണ്ട്, കാർഷിക മേഖലയിലെ വിഷയമുണ്ട്, ഉൾനാടൻ റോഡുകളുടെ വിഷയമുണ്ട്. ഇങ്ങനെ വികസന മുരടിപ്പിന്റെ ഒരു പര്യായമായിട്ട് ഗിമ്മിക്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഒരു മണ്ഡലമായിട്ട് ഈ കുന്നമംഗലം മണ്ഡലം മാറിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു വിഷയം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ആര് നടപ്പിലാക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോൾ തൊഴിലുറപ്പിന്റെ കാര്യം പറയുന്നുണ്ട്, നാഷണൽ ഹൈവേന്റെ കാര്യം പറയുന്നുണ്ട്, റെയിൽവേന്റെ കാര്യം പറയുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ട് 100% കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. 100% പണം കേന്ദ്രം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ സംസ്ഥാനം ചെറിയ രീതിയിൽ സംഭാവന ചെയ്യേണ്ട, അവര് പണം വഹിക്കേണ്ട പദ്ധതികളുടെ അവസ്ഥ എന്താണ്? 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നതിന്റെ 3 വർഷമായില്ല നടപ്പിലാക്കിയിട്ട്. എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? അപ്പോൾ അടക്കേണ്ട പ്രീമിയത്തിന്റെ ആകെ ഒരു ചെറിയൊരു തുക അടക്കണം. ആ പ്രീമിയത്തിന്റെ 40% ഇവിടെ അടക്കണം. അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല. ജലജീവൻ മിഷൻ എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? 60% കഴിച്ച് 25% സംസ്ഥാനവും 15% ലോക്കൽ ബോഡിയും വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് പൂർത്തിയാവുന്നില്ല. ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും അനിവാര്യമായ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ചികിത്സയും ഒന്ന് കുടിവെള്ളമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലും നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ അവകാശം നിഷേധിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആളുകൾ അതിന് ചോദ്യം ചെയ്യുന്നില്ല? ഇവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെ നിൽക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് ആരുടെ കൂടെ നിൽക്കുന്നു, ഇത് വർഗീയ വോട്ടാണോ അവർഗീയ വോട്ടാണോ എന്നൊക്കെ ചർച്ച ചെയ്ത് ജനങ്ങളെ പറ്റിക്കാമെന്ന് ഇതുവരെ വിചാരിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി അനുവദിക്കുന്ന പദ്ധതികൾ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കിട്ടുന്നതിനുള്ള നന്ദിയുണ്ട്. അതായത് 2000 രൂപ 3 മാസം കൂടുമ്പോൾ കിസാൻ സമ്മാൻ നദിയായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ കാലവും ഇങ്ങനെ ആളുകളെ രാഷ്ട്രീയം പറഞ്ഞും മതം പറഞ്ഞും പറ്റിക്കുന്ന പരിപാടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 3 വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, അതായത് ഈ ഗിമ്മിക്ക് രാഷ്ട്രീയം നമ്മൾ പൊളിച്ചടക്കും. ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ നിലവിലെ MLA കുറെ നാളുകളായി സ്വതന്ത്രമായി മത്സരിക്കുന്ന ആളാണ്. ലീഗ് ആദ്യമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള അത്തരം സംഘടനകളുടെ വോട്ട് തേടിയായിരിക്കുമോ ഈ സ്വതന്ത്ര പരീക്ഷണം? അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാധീനത്തിലാകുമോ ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്? അല്ല, അത് ഇവരൊക്കെ ഈ കൊടുവള്ളിയിലെ അനിയംഭാവിയും ചേട്ടൻഭാവിയും അല്ലെന്ന്. ഇപ്പൊ കാരാട്ടർ സാഗ് തിരിച്ചു പോയത് ഇവരൊക്കെ ഒരു ഗേങ്ങായിരുന്നില്ലേ ആദ്യം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഈ അനിയംഭാവിയും ചേട്ടൻഭാവിയും കൂടെ അപ്പുറത്തൊരു സ്വതന്ത്രനും ഇപ്പുറത്ത് കോണിയും ഒക്കെ ആയിട്ട് മത്സരം. കഴിഞ്ഞ ഓട്ടോറിക്ഷയാണ്, ഈ പ്രാവശ്യം ബക്കറ്റാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ അവർക്ക് അർഹതപ്പെട്ടൊരു ചിഹ്നം തന്നെ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്. ഞാൻ നേരത്തെ ഗ്ലാസ്, കുപ്പി, ഇപ്പോ ഈ ബക്കറ്റ്, ഓട്ടോറിക്ഷ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ CPM-ഉം കോൺഗ്രസിനും നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ മതത്തിന്റെ പേരിലല്ലാതെ
അല്ലെങ്കിൽ ഈ സ്വതന്ത്രനാണെന്ന് പറഞ്ഞിട്ട് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മതരാഷ്ട്രവാദികൾക്ക് വോട്ടില്ല. ഈ മതരാഷ്ട്രവാദികളാണല്ലോ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട്. അല്ലാന്നിപ്പോ പിണറായി വിജയനും BD സതീശനും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവരെ ചുമതലപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്മാരെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു രോഗം എന്നാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നത്. അപ്പൊ ജനാധിപത്യത്തിലും ഭരണഘടനയിലും മതേതരത്വത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളുകൾ, മതരാഷ്ട്രം വരണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു മുന്നണിയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ മുന്നണിയെ പിന്തുണക്കുമ്പോൾ അവര് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് മതത്തിന്റെ പിന്നാലെയാണ്. കാരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താ? മുതലാളിത്തം അല്ലല്ലോ. ഇപ്പൊ സാധാരണക്കാരോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റുമല്ലോ. ഇന്ന് മുതലാളിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണോ നടക്കുന്നത്? ലോകം മുഴുവനുള്ള ഭീഷണി അത് ഭീകരവാദമാണ്. ആ ഭീകരവാദത്തിനെതിരായിട്ട് വികാരം ഉയർത്തേണ്ട സമയത്ത് ഇവിടെ സ്വതന്ത്രന്മാരെ വെച്ച് ആളുകളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. മതരാഷ്ട്രവാദികൾക്ക് വോട്ടില്ല എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടിയാണ് നമ്മൾ ഈ തവണ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വികസനത്തിനൊപ്പം മതരാഷ്ട്രവാദികൾക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം മുഴക്കെയാണ് പ്രചരണത്തിന് NDA ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞ് ഒരു ലക്ഷ്യവുമില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. 2 തവണ ഇടതിനൊപ്പം നിന്ന ആറന്മുള മണ്ഡലം ഇപ്രാവശ്യം തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. മണ്ഡലത്തിലെ വികസന മുരടിപ്പും ജനങ്ങളുടെ ദുരിതവും UDFന് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അബിൻ വർക്കി. പത്തനംതിട്ട ജില്ലയിലെ വാശിയേറെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. 2 പ്രാവശ്യം ആറന്മുള മണ്ഡലം ഇടതിനൊപ്പം നിന്നു. ഇപ്രാവശ്യം തിരിച്ചുപിടിക്കുമോ? തീർച്ചയായിട്ടും ആറന്മുളയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അത് കേരളത്തെ വീണ്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ ആറന്മുളയും വീണ്ടെടുക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. ഈ യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് LDF ചർച്ച ചെയ്യുന്നത്. അത്തരം ഒരു കാര്യത്തിലേക്കാണോ പ്രധാനമായും ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളും വികസന പ്രശ്നങ്ങൾ തന്നെ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വികസനങ്ങൾ എന്താണ്? പണി പൂർത്തീകരിക്കാത്ത പാലങ്ങളാണോ വികസനം? അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചു എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഡിയമാണോ വികസനം? അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചു എന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോയി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്ത കോഴഞ്ചേരി പാലമാണോ വികസനം? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ നാടിന്റെ ഇടവഴികൾ പരിശോധിച്ചു നോക്കണം. ഇടവഴികൾ ആകെ താറുമാറായി കിടക്കുകയാണ്. കഴിഞ്ഞ ഈ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും അവർക്ക് ഫണ്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഗ്രാമാന്തരങ്ങളിലെ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. ഈ പഞ്ചായത്തിലാകെ അതിരൂക്ഷമാണ്. ഇപ്പൊ ചെന്നീർക്കരയാണ് പര്യടനം നടക്കുന്നത്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങളിലൊക്കെ തന്നെ അത് വലിയ പിന്നോട്ടടിക്കലാണ് ഉണ്ടായത്. പിന്നെ പൊതുരാഷ്ട്രീയവും നമുക്കറിയാം. ആരോഗ്യ മേഖല, ചില മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീഴുന്നു, ചില മെഡിക്കൽ കോളേജ് കെട്ടിടം കത്തിയമരുന്നു, ചിലരുടെ വയറ്റിൽ കത്രവ് കൊടുക്കുന്നു. ഇങ്ങനെ മരുന്നുകളില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള തകർച്ചയാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടായത്. അപ്പോ ഈ ആറന്മുളയിലെ ജനങ്ങൾ അതൊക്കെ കണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിലവിലെ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഇപ്പൊ ആറന്മുള ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ആറന്മുള മണ്ഡലത്തിൽ ഉണ്ടെന്നാണ് അല്ലെ? തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുള എക്കാലത്തും UDFന് ഒരു വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. 2 ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. 13-ൽ 10 കോൺഗ്രസിന്റെ കയ്യിലാണ്. പാർലമെന്റ് ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷം എല്ലാ പാർലമെന്റ് ഇലക്ഷനും ലഭിക്കാറുമുണ്ട്. അപ്പോ നിയമസഭാ ഇലക്ഷനിൽ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടത് ഇത്തവണ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടേക്ക് കേരളം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.